വീട്ടിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ചാർലി 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 ഇതാണല്ല ചാർലി. അവനിങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ചാർലി അത് ഞാന് ഞാൻ കഴിക്കാൻ പോകുന്ന സാമ്പാറും പുട്ടുമാണ്. ഐ തിങ്ക് ഒരു വിയേർഡായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് സാമ്പാർ ആൻഡ് പുട്ട്. ബട്ട് ഇന്ന് ഇവിടെ ഇതേ ഉള്ളൂ. സോ ഇത് കഴിച്ചേ പറ്റൂ. പുട്ടും സാമ്പാറും അമൃതയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹെയർ ഇങ്ങനെ സത്യമായിട്ടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മുടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് പുട്ടും സാമ്പാറും. പക്ഷെ നമുക്ക് വീട്ടിലുള്ളത് കഴിക്കാനല്ലേ പറ്റൂ. സോ നമുക്കിത് കഴിച്ചേ പറ്റും. ആൻഡ് സമയം എത്രയായി? 11:30. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണ്. എനിക്കറിയാം ഞാൻ മാത്രമാണ് ഇന്ന് ലേറ്റ്. എന്നെ കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ പോകാന്ന് വെച്ചാൽ നമുക്കൊരു റീക്രിയേഷൻ എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ, ഒരു ചെയിൻ അതുപോലെ കുറച്ച് സാധനങ്ങൾ മിസ്സിങ് ആണ്. കാരണം അവിടെ വീട്ടിലായിപ്പോയെന്ന്. അപ്പോൾ നമ്മൾ അത് വാങ്ങാനായിട്ട് പോകാം. കുഴപ്പമില്ല. എന്ത് പുട്ട്? വേറൊന്നുമല്ല, നമ്മൾ വിശന്നിട്ട് കഴിക്കുമ്പോഴേ നമ്മൾ എന്ത് വെച്ചാലും അടിപൊളിയായിരിക്കും. എനിക്ക് ആക്ച്വലി പുട്ടും സാമ്പാറും ഇഷ്ടമല്ല. ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ളൊരു സാധനമാണത്. കോക്കനട്ടിലുള്ളൊരു മുട്ടായിയാണത്. അടിപൊളിയാണത്. കുറച്ച് തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് വരും. തേങ്ങ മിഠായി. തേങ്ങ മുട്ടായി എന്ന് പറയാം. മിഠായിയാണ് ഗൈസ്, മിഠായി. ഇല്ല, ഞാൻ മുട്ടായി എന്നാണ്. ഒരു കമ്പ് വാങ്ങിക്കൊണ്ട് വരണ അമൃത. അതായത് ഒരു ചെറിയ ഒരു ഈർക്കിലും കണക്കിലുള്ളത്. കാരണം ചാർലി എന്തൊക്കെ നശിപ്പിച്ചെന്നറിയോ? ഇന്നലെ അതങ്ങനെയാ. ഇന്നിപ്പോ അച്ചാർ. ഇന്ന് കുറച്ച് മുന്നേ എല്ലാരും കൂടെ എന്റെ തലയിലാക്കി എന്നിട്ട് ഞാനാണ് അച്ചാർ പൊട്ടിച്ചത്. പക്ഷെ അവനാണ് അവിടെ വന്നിട്ട് തട്ടിയിട്ടത്. ചാർലി മോനെ ഉറങ്ങി. പ്ലേ ടൈം കഴിഞ്ഞു. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കുക. എങ്ങനെയുണ്ട്? കുറച്ച് കഷ്ടമാണ്, എന്നാലും കുഴപ്പമില്ലല്ലേ. കഴിക്കാതിരിക്കാൻ പറ്റില്ല. കഴിക്കാതിരുന്നാൽ അതിന്റെ അപ്പുറം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. അമൃത നിങ്ങൾക്ക് ഇപ്പൊ കാണാം. അമൃത ഈ ഇരിക്കുന്ന ബാലൻസ് ഫുഡ് ഇപ്പൊ കഴിക്കുന്നതാണ്. അമൃതയ്ക്ക് പുട്ട് ഇഷ്ടമാണ്. ഞാൻ എന്തുകൊണ്ട് ജിമ്മിന് വന്ന ഡ്രസ്സ് അത് ശരിയാണ്. ഞാൻ ചോദിക്കാൻ കാര്യം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. മാർക്കറ്റിൽ പോകുമ്പോൾ അമൃതയ്ക്ക് ജിം ഡ്രസ്സ് എന്തിനാണ്? മാർക്കറ്റിൽ പോകുമ്പോൾ സംഭവം എനിക്ക് അങ്ങനെ ഒരുങ്ങിപ്പോയി എനിക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, ഒന്നത് ചൂടാണ്. ഞാൻ ഒരുങ്ങി നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തു പോയാൽ ഉറപ്പായിട്ട് ഞാൻ സ്വെറ്റായി ഫുള്ള് പോകും. അതിനെക്കാട്ടിലും മേക്കപ്പ് ഒന്നും ഇടാതെ ഒരു സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ. കള്ളം പറയാതെ ഇപ്പൊ തന്നെ നല്ല റെഡി ആയിരിക്കണം അമൃത. ഞാൻ ഒന്നും ഇട്ടില്ല. എന്നാലും ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം സത്യം പറയും. എന്താണ് ഇന്ന് എന്തോ ഒരു ഭംഗിയുണ്ട്. ഇന്ന് എല്ലാരും കമന്റ് ചെയ്യും. കുളിച്ചു, വെറുതെ അല്ല കുളിച്ചു, ഭംഗി വെച്ചു. അമൃത ഇന്ന് കാണാനൊരു ഭംഗിയുണ്ട്. സോ അത് നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളത് പറയണം എന്താണെന്നുള്ളത്. ഇനി കുളിച്ചത് കൊണ്ടുള്ള ഭംഗിയാണോ ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. പുറത്തിറങ്ങുമ്പോ ഉണ്ടല്ലോ ഭയങ്കര വെയിലാണ്. ഫുൾ ചീനാണ്. ഇന്ന് വെള്ളം കുടിച്ചില്ല ഞാൻ വെള്ളമെല്ലാം കുടിച്ചു. നമുക്കൊരു വാട്ടർ ടാങ്ക് ഒന്ന് എടുത്തിട്ട് വരണം. നിങ്ങൾ ചാർലി കണ്ടില്ലേ? ഈ സംഭവം നിങ്ങൾ കാണുന്നത് ചാർലിയാണ്. ഇതാണ് എൻ്റെ വാട്ടർ ടാങ്ക്. ഇതില് 2200 ml എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഫുള്ള് ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇന്നലെ ഒരു ദിവസം കഴിച്ചില്ല. എന്താ അമ്മ? ഓക്കെ, ഇന്നലെ ഒരു ദിവസം ഞാൻ കഴിച്ചില്ല. അതാണ് ഇത് ഇതുവരെ ആയിട്ടുള്ളൂ.
ഇത്ര ആയിട്ടുള്ളൂ. ഇത് ഇത്രയും ഞാൻ ഫുള്ള് കുടിക്കും. ആ എന്റെ വാട്ടർ ബോട്ടിലെ കോമഡി ഞാൻ അമലയുടെ ഹാഫ് പോലും വയറ്റിലുള്ള ആക്കിയിട്ടില്ല. അത് ഒന്നും കുടിക്കില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കത് കുടിക്കണം. തേന് മാറ്റിയത് അമലായിരിക്കും. അമല നമ്മുടെ ഒറിജിനൽ തേനാണ്. കൂടുതൽ കഴിച്ചാൽ ഞാൻ എടുത്തില്ല, ഞാൻ വെച്ച് നേരത്തെ കണ്ടില്ല. ഞാൻ എടുത്തില്ല, സത്യം ഞാനത് എടുത്തില്ല. അപ്പൊ അമൃത ഞാൻ പറഞ്ഞ കണക്ക് ഇതിപ്പോ കഴിക്കാനുള്ള പ്ലാനാണ്. എനിക്കറിയാം അമൃത ഇത് ഫുള്ള് കഴിയുമെന്ന് എനിക്കറിയാം. ഇത് ഫുള്ള് കഴിക്കാം, അത് ഫുള്ള് കഴിക്കില്ല. എന്നാണ് അമൃത രാവിലെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് മാർക്കറ്റിൽ പോകും? എന്താണ് മടിച്ചിയാണ് അമൃത? മടിച്ചി, ഭയങ്കര മടിയാണ്. എണീക്കാൻ മടി, അതെ, ഒരു വീഡിയോ ചെയ്യാൻ മടി. ഒരു ട്രിപ്പ് വരുന്നുണ്ട്, അതിലെല്ലാം പറയാം. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടി. ഓക്കെ, കൊടൈക്കനാൽ അമൃത സർപ്രൈസ് ഇട്ട് എല്ലാവരും അതൊരു സഡൻ പ്ലാനിങ് ആയിരുന്നു. അതൊരു ട്രിപ്പിന്റെ ഒരു ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല. അത് സഡൻ പ്ലാനിങ്. ഇവിടെ നടുത്താ, മധുര നടുത്താണ്. ഇവിടുന്ന് 120 എന്തോ കിലോമീറ്റേഴ്സ് പോയി. സഡൻ പോകാൻ തോന്നി പോയി. അത്രേ ഉള്ളൂ. അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പല്ല. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടില്ല അമൃത, ഇത്ര നേരമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടില്ല. ഫുള്ള് സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് അമൃത സംസാരിച്ചോണ്ടിരിക്കും. വെള്ളം കുടിക്കും, എന്നിട്ട് വെള്ളം കുടിക്കും. എന്റെ പേര് ലാസ്റ്റ് പറയും അല്ലേ? അതിനു വേണ്ടിയല്ലേ, എന്റെ പേര് പറയാനല്ലേ. ഞാൻ ഈ കുടിക്കത്തില്ല, അമൃത മാത്രമേ വെള്ളം കുടിക്കത്തുള്ളൂ. ജിമ്മിൽ പോകാൻ തോന്നുന്നില്ലേ ഈ ഒരു ഡ്രസ്സ് ഇട്ട സമയത്ത്? ഇല്ല, പിന്നെ മാർക്കറ്റിൽ പോകുന്നു. സോ അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ജിം ഡ്രസ്സിൽ മാർക്കറ്റിൽ പോകുന്ന അമൃത. സോ അതായിരിക്കും എൻ്റെ തമ്മനയിൽ അമൃത വയ്ക്കാൻ പോകുന്നത്. ജിമ്മിന് പോയിട്ട് എത്രയും പേര് മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിയത്? അമൃത ഫ്രൂട്ട്സ് കഴിച്ചിട്ട് കുറേ ദിവസമായില്ലേ? ഫ്രൂട്ട്സ് കൂടെ വാങ്ങാം, മറന്നുപോയി. അയ്യോ, ശരിയാണ്, കഴിച്ചിട്ട് കുറേ ആയി. 3 ദിവസം എന്തായി ഫ്രൂട്ട്സ് കഴിച്ചിട്ട്. ഒരു ഫ്രൂട്ട് മീലൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കാം. പക്ഷെ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ സെറ്റ് എന്ന് പറയുമ്പോൾ അമ്പാര സാധനം കിട്ടില്ല. എനിക്കറിയാലോ, എൻ്റെ ഹെയർ സ്റ്റൈലിന് ഫാൻസ് ഉണ്ട്. ചില ആൾക്കാർ പറയാം ഉള്ള മുടിനെ കൊണ്ടുപോയി വെട്ടിയില്ല. പൊട്ടച്ചിയായി അമൃത. ഇതാണ് ഇഷ്ടം. കുറേ നാൾ ഇത്രയുള്ള മുടിയായിട്ട് നടക്കും. ഇത്രയുള്ള മുടിയായിട്ട് മാനേജ് സത്യമായിട്ട് പഴയ ഫോട്ടോ നോക്കുന്ന സമയത്ത് ഇതാണ് ബെറ്റർ അല്ലേ? ആ ഇതാ കൊള്ളാന്നുള്ളത്. എന്തായാലും ഒരു ദിവസം ഒരു വീഡിയോയിൽ ആ ഒരു ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. ആ പഴയ ആ ഒരു ലുക്കും ഈ ഒരു ലുക്കും നോക്കുമ്പോൾ മുടി തന്നെയാണ് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. മറ്റത് അത്ര രസം ഇല്ല. അത് എപ്പോഴും നമ്മളെ കണ്ട് അത് ഇതായി. അമൃതന്റെ മുടി എനിക്ക് തോന്നുന്നു സത്യത്തിൽ കേളി ഹെയർ ആണെന്ന് തോന്നുന്നത്. ചെറിയ അതുപോലെ ഉണ്ട്, ചെറിയൊരിതുണ്ട്. കാരണം ട്രീറ്റ്മെന്റ് പണ്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതെല്ലാം പോയി. ഇപ്പൊ ഗായ്സ്, ഇപ്പൊ അമൃതയുടെ മുടി എന്ന് പറയുന്നത് ഭയങ്കര ഒറിജിനൽ ഹെയർ ആണ്. സോ അത് ഭയങ്കര പൊളിയായിട്ടുള്ള ഹെയർ ആണ്. ഇവിടെ ആണെങ്കിൽ അച്ഛന് പുതിയൊരു കൊറിയർ വന്നിട്ടുണ്ട്. സോ അത് എന്താ പറയുക, അൺബോക്സിങ് ചെയ്യാനായിട്ട് പോകുന്നു. അച്ഛന് അൺബോക്സിങ് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. സോ അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ചാർലി പുള്ളൊരാള് ചാർലി. ഇല്ല, അതിന് ഇതതിന്റെ അമ്മയാണെന്ന് തോന്നുന്നത്. മമ്മയാണ് മമ്മ. ഭയങ്കര ചൂടായിരിക്കും. അയ്യോ, നല്ല ഭംഗിയുണ്ട് സ്കൈ കാണാൻ, നല്ല ഭംഗിയുണ്ട് സ്കൈ കാണാൻ. ഓ റിയലി ഇത്ര ഉണ്ടാവും, കളർ ഇത്ര ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഉണ്ട് സത്യം. എന്റെ കണ്ണിങ്ങനെ ചെറിയ കൊച്ചു കാറ് പുറത്ത് കിടന്നുകൊണ്ട് ഭയങ്കര ചൂടായിട്ട് നമുക്ക് വിഷമമാണ്. പുറത്തൊക്കെ നല്ല തണുപ്പ് കൊണ്ട് വരികയാണെങ്കിൽ തണുപ്പെങ്കിലും ഒരു ഞാൻ ഒരുപാടായി ഇതെടുത്തിട്ട് അൺബോക്സിങ് എടുത്തിട്ട്. അപ്പോൾ ഒരു എന്താ പറയുക, പക്ഷെ ടൈം എടുക്കും.
ഗൈസ് നമുക്ക് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം അതായത് ഓൾമോസ്റ്റ് സിറ്റിക്കുള്ളിലെത്തി, ബസാറിൻ്റെ ഉള്ളിലെത്തി. അപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന കട എന്ന് പറഞ്ഞാൽ കാറ് ചെല്ലത്തില്ല അല്ലേ? അപ്പം നമ്മൾ ഓട്ടോയിൽ പോകണം. പക്ഷെ നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി ഒരു കാര്യം എൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടാ, നമ്മൾ അങ്ങനെ ദിവസം വണ്ടി ഇട്ടിട്ട് ഇവിടുന്ന് ഓട്ടോയിൽ പോയി 3 പേര് ഒരിടത്ത് ഇറങ്ങിയിട്ട് 2 പേര് അവിടെ ഇറങ്ങി 3 പേര് അവിടെ ഇറങ്ങി ഞാൻ വേറെ അവിടെ സ്ഥലത്ത് പോയി. ആ സ്ഥലമാണോ? അതെ കറക്റ്റ് അറിയാമോ? ഇതാ സൂപ്പർ. അന്ന് എഴുതി തന്നത് അയാള്, ആ ഒരു ഓട്ടോക്കാരൻ എഴുതി തന്നായിരുന്നു. ആക്ച്വലി ഇത് സൂക്ഷിച്ചല്ലേ, തമിഴാണ്ട്. ഇത് ഞാൻ പറഞ്ഞുതരാം, ആവണി സ്ട്രീറ്റ് അങ്ങനെ എന്താണ്, വളൈക്കാലത്തെരുവ, വളൈക്കാരൻ സ്ട്രീറ്റ് കറക്റ്റാ, അങ്ങനെ എന്താണ്. സോ നമുക്ക് അവിടെയാണ് പോകണം. സൂപ്പർ അച്ഛാ, അടിപൊളി. ഇതാണ് ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം അല്ലേ? മനസ്സിനക്ക് മേലെ മനസ്സൻ. സൂപ്പർ. എനിക്ക് വെയിറ്റ് ചെയ്തപ്പോ ഒരാൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ പിന്നെ നമ്മള് ഈ ഒരു ഓട്ടോ വരാം. അയ്യോ നല്ല പാട്ട്. ടവർ തന്നെ. ഓക്കെ ഓക്കെ. നമ്മൾ അമ്പലത്തിന്റെ റെസ്റ്റോറന്റ് സൈഡിലായിട്ട്. ഇതെനിക്ക് തമിഴാണ്ട് എനിക്ക് വായിക്കാൻ പറ്റണല്ലേ. എന്താ ഇല്ല, അത് എടുക്ക சொன்னேன். ഇത് ചിക്കൻ ആയിരിക്കും എന്തോ, തമിഴാണ്ട്. ചിക്കൻ ഞാൻ പറഞ്ഞു, 3 ചിക്കൻ പറഞ്ഞു, മതിയല്ലോ. ആന്റിയുടെ കോട്ടിന്റെ കളറായിരുന്നല്ലേ ഇതായിരിക്കുന്നു. റോസ് മിൽക്ക് അല്ലേ? റോസ് മിൽക്ക് ഒന്നും മതി. ആ അമ്മ നമ്മളെ പാൽ ബണ്ണ് ഒരെണ്ണം. ഇവിടെ നമുക്ക് സ്വീറ്റ് കോൺ തരുമോ? ഇതിലാണ് അവരെ സ്വീറ്റ് കോൺ ഉണ്ടാക്കുന്നത്. കോൺ കോൺ എന്ന് പറഞ്ഞപ്പോൾ ഒരു കോൺ ഐസ്ക്രീം അങ്ങ് ഇറക്കി പോയി എടുക്കുക. സ്വീറ്റ് കോൺ ആയിരുന്നു ഇത്. ചൂടാണ് സത്യം. ഒരു കുറച്ച് തണലത്ത് പോയിട്ട് കഴിച്ചാ പോരെ. ചൂട് ഗൈസ്. ഇല്ല നമുക്കിനി പോവാം, അങ്ങാനുണ്ട് പോവാം, അങ്ങോട്ട് വീട്ടിൽ പോവാം. ഫോൺ തരൂ. നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മള് കഴിക്കാനായിട്ട് പോകുന്നു. അവിടെ ഇരുന്ന് നമ്മള് കഴിച്ചില്ല അല്ലേ? ഉറങ്ങല്ലേ? ഇതാ കഴിക്ക്. നമ്മള് 3 ചിക്കൻ പഫ്സ് വാങ്ങി. അതിന്റെ കൂടെ തന്നെ നമ്മള് ഇതായിരുന്നു ചിക്കൻ പഫ്. നമ്മൾ അന്ന് ഇത് തന്നെ കഴിച്ച. വെജ് റോൾ ആയിരുന്നത്. വെജ് റോൾ അമല കഴിക്കമല. ഇതിൽ നമ്മള് ബർഗർ ഒക്കെ വാങ്ങിയായിരുന്നു. അടുത്ത ബർഗർ ഉണ്ട്, നല്ല ബർഗർ, കുഴപ്പമൊന്നുമില്ല. കഴിക്കട്ടെ ഞാൻ ഇങ്ങനത്തെ ബർഗർ കഴിച്ചിട്ടാ. എനിക്ക് വേണ്ട ഈ ചെറിയ ചിക്കൻ പഫ്. ഞാൻ ബർഗർ കഴിക്കില്ല. ഇതാ ആണെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് വരാം അങ്ങോട്ട് പോയി കഴിഞ്ഞാ. നല്ലല്ലേ, കാണാനും ഭംഗിയുണ്ട്. ആന്റി ഇത് പറഞ്ഞാണ്. ഹീപ്പടി കൂട്ടി കൊടുത്താ. അമ്പോ എന്താണ് പൊളി. എന്താ നട്ട്സ് കിട്ടിയേക്കുന്നല്ലേ? സൂക്ഷിച്ച് സ്റ്റിക്ക് അതിൻ്റെ ഇടയിൽ കയറും. ഇതെല്ലാം ഈ ബർഗറിൻ്റെ ഒക്കെ അമൃതമാണ്. ഞാനല്ല, പക്ഷെ ഇതെനിക്കൊരു കൊതിയുണ്ട്. ഞാൻ വാങ്ങിച്ചാണ്. എന്താ വെച്ചാൽ നമ്മളങ്ങ് നാട്ടിലായിരിക്കുന്ന സമയത്തുണ്ട് നമ്മുടെ അടുത്തൊരു ബേക്കറി ഉണ്ട്. സോ അവിടെ നമ്മൾ ചില പറഞ്ഞു വിട്ട് നമ്മൾ വാങ്ങിപ്പിക്കും.
വെറുതെ ഒരു രക്ഷയില്ല കേട്ടോ. പോളിസാണ്. ഇനി വിശന്നിരുന്നോണ്ട് തോന്നിയാണെന്ന് പറഞ്ഞു. അടുത്ത ടൈം മുതൽ ഇനി നമുക്ക് അതേ വാങ്ങുള്ളൂ. കൺഫേം ആണ്. വാങ്ങിട്ട് വരാം. വാങ്ങ ചിന്ന പാപ്പ. ഓക്കെ. നമ്മളിനി ഞാൻ എടുത്തില്ല. പുറകില് ഈ കവറിൽ മൊബൈൽ ഉണ്ടെങ്കിൽ എടുത്താൽ നോക്കല ബാഗിൽ. നമ്മള് പൂ വാങ്ങാൻ പോവാണ്. ഫോൺ മാത്രം മതി. പൂ വാങ്ങിട്ട് വരാം. ഭയങ്കര വെയില്. ഇപ്പൊ നല്ല പൊളിയാണ്. കൈ പോവാണ്. അല്ല ആ അങ്കിളിൻ്റെ കൈ പോവാണ്. നമ്മൾ സ്ഥിരം വാങ്ങും. 1 kg. ചേച്ചി നല്ല ഭംഗിയുണ്ട്. ഇത് എവിടെ കിട്ടുന്നു? കളർ എൻ്റെ ഡ്രസ്സിൻ്റെ കളർ. മൈ ഡ്രസ് കളർ. ഞങ്ങളുടെ അടുത്ത് നമ്മളെപ്പോഴും പോവാങ്ങുന്നത്.